കിൽ ഡയറക്റ്റഡ് ബൈ നിഖിൽ നാഗേഷ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടോടെ തന്നെ എനിക്ക്, അതായത് ഞാൻ ഈ വർഷത്തിൽ തന്നെ ഏറ്റവും അധികം ആൻസിപ്പേറ്റ് ചെയ്തൊരു സിനിമയാണ് ഈ കില്ല് എന്ന് പറയുന്നത്. ട്രെയിലർ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. ഓരോ സ്ഥലത്ത് നിന്ന് ഈ ഒരു സിനിമയുടെ റിലീസ് ഇവിടെ അടുത്തൊന്നും ഉണ്ടായില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ അതാണ് നേരം എഴുതാനുള്ള കാരണം റിവ്യൂ. പക്ഷേ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഒരു കഥയാണ്. അത് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ മുന്നേ അല്ല, അതൊരു മൊത്തത്തിൽ സിനിമ ഇത് മൊത്തത്തിൽ നടക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഉള്ളിലാണ്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടിട്ടുള്ള യാതൊരു കളിയില്ല. അതായത് ഇവർ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നടക്കണ കുറച്ച് കോപ്രായങ്ങൾ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര അധികം ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കത്തിൽ ചുരുക്കവും. പക്ഷെ അതിലൊന്നും കില്ലെന്ന് പറഞ്ഞ ഒരു പടം തന്നെയാണ്. അത്ര അധികം ബ്രൂട്ടലായിട്ട് ഒയ്യോ ഭയങ്കര സീനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ അത് തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ് സ്പീക്ക് അവകാശപ്പെടാൻ പറ്റിയ ഈ വർഷത്തിൽ, അതായത് ഈ വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന മൂവീസ്, ഇന്ത്യൻ മൂവീസ് നോക്കുന്ന സമയത്ത് അതിൽ ഡെഫിനറ്റ്ലി ഈ കില്ല് എന്ന് പറഞ്ഞ ഒരു ഈ പടം ഉണ്ടാവും. അത്ര അധികം അത് പെർഫെക്റ്റ് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ വലിയ കഥയൊന്നുമില്ല. അവർ യാത്ര പോകുമ്പോൾ കുറേ ബാൻഡിറ്റ്സ് എന്ന് പറയുമല്ലോ, ഈ മറ്റേ ട്രെയിനിൽ കയറിയിട്ട് ആൾക്കാരെ കൊന്നു കളിക്കുന്ന ഒരു പരിപാടിയുള്ള, അതായത് ഫ്ലൈറ്റ് റാഞ്ചോ എന്നൊക്കെ പറയില്ല, അതേപോലെയൊക്കെ കുറച്ച് ആൾക്കാർ വരും. മറ്റേ ചെങ്ങനെ CID മൂള ആ ചെന്നൈ ഉണ്ടല്ലോ, മൂപ്പരാളൊക്കെ ഉണ്ട് ഇതിന്. അത് പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആക്ഷനാണ്. അതായത് അത് ഞാൻ സിനിമേൻ്റെ തുടക്കത്തിൽ റൊമാൻസും ഇതൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇതാണടെ കില്ല് എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ട്രെയിലർ ഇങ്ങനെ ആയതുകൊണ്ട് എന്തായാലും ആക്ഷൻ സീക്വൻസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഇരുന്ന്. പക്ഷേ ഇത് ആക്ഷനും ഇതിന് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷനൊന്നുമല്ല, ഇത് വേറെ എവിടെ എത്തിക്കുന്നത് അത്ര അധികം. അതായത് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നിങ്ങളിത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. സിനിമത്തെ കൊല്ലൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐറ്റം കൊല്ലലുകൾ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളെ എന്താ പറയുക, എന്തെങ്കിലും പറയാം, മറ്റേ ഈ തീയൊക്കെ വന്ന സിലിണ്ടർ ഉണ്ടാവില്ലേ, സിലിണ്ടർ ഇത്ര പോകുന്നൊരു സിലിണ്ടർ ഉണ്ടാവും. ഈ തീയൊക്കെ വന്നാൽ നടക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ എവിടെയെങ്കിലും കൊടുക്കാം. അത് വെച്ചിട്ട് ഒരാളെ തലടിച്ച് പൊളിക്കുന്ന സീനുണ്ട്. അയ്യോ ആ ചമ്മന്തി പരിവാക്കുക തല. അതേപോലെ തന്നെ ഒരു കഴുത്ത് അറുത്തിടുന്ന ഒരു സീനുണ്ട്. അത് വേറെ കഥ. അതേപോലെ തന്നെ കത്തി തൊള്ളേക്ക് കയറിയ അത് ഒരു ആക്ഷൻ. ഇതൊക്കെ സാധാ സംഭവങ്ങളാണ് സിനിമയിലെ. മെയിൻ സാധനങ്ങളൊക്കെ വേറെ സംഭവം. അത് ഞാൻ പറഞ്ഞല്ല, ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇത്ര അധികം ബ്രൂട്ടലായിട്ടുള്ള ഒരു മൂവി ഈ അടുത്ത കാലത്ത് എന്നുള്ള ഇന്ത്യൻ സിനിമയെ തന്നെ ചുരുക്കമാണ്. മനസ്സിലായില്ല. അപ്പോൾ ഇതിന് മുന്നേ റോക്കി ഹാൻസം, ജോൺ അബ്രഹാമിൻ്റെ റോക്കി ഹാൻസം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മീൻസ് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല സത്യം പറഞ്ഞാൽ. അതിനൊക്കെ പിന്നെ നോൺ സ്റ്റോപ്പ് ആക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അങ്ങനല്ല. ഇത് ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടിയാണ്. അത് പിന്നെ അടിയെന്ന് പറയുമ്പോൾ ഇതിൽ എന്താ പറയുക, ഇമോഷണലി എനിക്ക് ഈ സിനിമക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇതിൽ ഞാൻ പറഞ്ഞ സ്പോയിലറാവും. ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു എന്തോ പോലെ നമുക്ക് തോന്നും. അയ്യോ എന്നാൽ നമ്മൾ തിയേറ്ററിൽ അങ്ങനെ തന്നെ അങ്ങനത്തെ ഒരു വൈദ്യരാണ് ഇരുന്നത് സിനിമ കാണുന്നത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടത് വരുന്നതെന്നുള്ളത് ഞാൻ എന്തായാലും പുതിയ പറയുന്നില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ക്രൗഡ് ഡെഡ് ആവണം മുന്നേ പോവുക. മനസ്സിലായത് ഒരു സമയം കഴിഞ്ഞാൽ ഏതൊരു സിനിമ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങുമല്ലോ. ഓബ്വിയസ്ലി കുറഞ്ഞു തുടങ്ങും. ആ കുറഞ്ഞു തുടങ്ങണം മുന്നേ നിങ്ങൾ പോയിട്ട് എന്തായാലും സിനിമ കാണുക. പ്രത്യേകിച്ച് ആക്ഷൻ മൂവീസ്, അതായത് വയലൻസിന് ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഏറ്റവും നല്ല തിയേറ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ പറ്റും, എത്ര നല്ല തിയേറ്റർ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, അത് നോക്കി നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്റർ നോക്കിയെടുത്ത് ധൈര്യത്തിൽ പോയി കാണാൻ പറ്റിയ ഹെൽ ഓഫ് എ മൂവി, വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവി. അതായത് മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവി എന്നുള്ളത്. വയലൻസും അതിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള സീൻസും നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ ആ ഒരു റേഞ്ചിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൽ ഞാൻ പറയില്ല, ഇമോഷണൽ സീൻസ് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ പിന്നെ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമോഷണൽ സീൻസിൻ്റെ കാര്യമാണ് നോക്കട്ടെ. രണ്ട് കാര്യങ്ങൾ എനിക്ക് വലിയൊരു ഗുമ്മായിട്ട് തോന്നിയില്ല. അത് ഇതിലൊരു മെയിൻ വില്ലൻ ഉണ്ട്, ഒരു മെരിഞ്ഞിട്ടുള്ള ഒരു വില്ലൻ ഉണ്ട് ഇതിന്. അപ്പോൾ അതായത് ഈ ബാക്കി വില്ലന്മാരുണ്ടല്ലോ, CID മൂളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഈ വില്ലന്മാരെ കൊല്ലണ കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കൊല്ലലാണ്. പക്ഷെ അത് കൊല്ലേണ്ടിരുന്നത് ഈ മെലിഞ്ഞ ഒരു വില്ലനുണ്ട്, അവനെ ഇരുന്ന് ശരിക്കും ഇതിലിട്ട് പൂത്തണ്ടി. പക്ഷെ അതൊരു നോർമലായിട്ടുള്ളൊരു എന്താ ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനത്തെ ഒരു നോർമലായിട്ടുള്ള ഒരു കൊല്ലലായിട്ട് അത് പോയത്. അത് എന്തുണ്ട് എന്നുള്ള എനിക്കൊരു കാരണം അതുവരെ അതിൻ്റെ അടിയിലുള്ള അത് ഇവർ ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വരെ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ ഈ മെയിൻ വില്ലൻ്റെ തീക്ക് വന്നപ്പോൾ ആ ഒരു ബ്രൂട്ടാലിറ്റി നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബാക്കി ഈ കൊലപാതകങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു സാറ്റിസ്ഫിക്കേഷൻ ഇതിലെനിക്ക് കിട്ടിയില്ല. ഈ ഒരു ശരിക്കും അതിൽ കിട്ടണമായിരുന്നു. മനസ്സിലായില്ലേ? അത് ബാക്കിയുള്ളതിനൊക്കെ എല്ലാ കൊലപാതകങ്ങൾക്കും കയ്യടിണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകങ്ങൾക്ക് കയ്യടിണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമയിൽ ഈ ഒരാളെ കൊല്ലണതിന് ഉണ്ടായിട്ടില്ല.
അതേപോലെ തന്നെ സിനിമേൻ്റെ എൻഡിങ്ങും വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഏറ്റവും അവസാനം അതായത് ഇങ്ങനത്തെ ഒരു സിനിമ ശരിക്കും കൂടുതൽ ഫിനിഷ് ചെയ്യേണ്ടത് ഭയങ്കര ഒരു ഹൈ ആയിട്ടാണ് ഫിനിഷ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് നേരെ മറിച്ച് അത് വേറൊരു രീതി, അത് എന്താ ഞാൻ പറഞ്ഞില്ല, വേറൊരു രീതിയിലാണ് അത് അവസാനിച്ചത്. പക്ഷേ അതൊരു ഹൈ മൊമെൻറ്റിൽ മറ്റേ ചില നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ കഴിഞ്ഞാൽ ഒരു കയ്യടി ഉണ്ടാവുമല്ലോ. നല്ല സിനിമകൾ നമ്മൾ കാണുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു കയ്യടി ഉണ്ടാവും. അത് അത് അതേപോലെ ഫുൾ സ്റ്റോപ്പ് വരെ അതേപോലെ പോകുമ്പോഴാണ് ആ ഒരു കയ്യടി വരുന്നത്. പക്ഷേ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ വേറൊരു രീതിയിൽ അവർ കൊണ്ടുപോയിട്ട് സിനിമ എൻഡ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ആ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കയ്യടി കിട്ടിയിട്ടില്ല സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നത് അത് ആ എൻഡിങ് അതേപോലെ തന്നെ എൻഡ് ചെയ്യിക്കണിരുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു, ബട്ട് അവർ എന്തുണ്ടായി ചെയ്യുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഈ മെലിഞ്ഞ വില്ലനെ കൊല്ലണത് അത് അവിടെയാണ് ശരിക്കും വയലൻസിൻ്റെ ഒരു കളി കൂടുതൽ വരേണ്ടത് അവിടെ ഇരുന്ന്. പക്ഷേ അത് സംഭവിച്ചില്ല. അതേപോലെ തന്നെ ഇതിന് എൻഡിങ് ഒരു ഹൈ മൊമെൻറ്റിൽ പോയിട്ട് ഇത് എൻഡ് സിനിമ ചെയ്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അത് എവിഡൻ്റ് ആയിട്ട് സിനിമയിൽ കണ്ടു ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദി മൂവി വേറെ ലെവലാണത്. വേറെ അതിൽ സൗണ്ട് ഡിസൈനൊക്കെ കാണണം, സൗണ്ട് ഡിസൈനൊക്കെ കേൾക്കണം. കുത്തണ സൗണ്ട് അങ്ങനെ പല സംഭവം ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ടെക്നിക്കൽ വശങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലായി. അതേപോലെ തന്നെ ബി ജി എം ബി ജി എമ്മിൻ്റെ കളി ആണ് സിനിമയിൽ, പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസിന്. ഞാൻ പറഞ്ഞില്ല, ഈ ധൈര്യത്തെ കൂട്ടി നിങ്ങൾക്ക് കാണാം പടം. അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് വരുന്നുണ്ടെങ്കിൽ ആക്ടറുടെ പേര് ലക്ഷ്യ എന്നാണ് ഇതിൻ്റെ ആക്ടറിൻ്റെ പേര്. എനിക്ക് വലിയൊരു പരിചയം ഇല്ലാത്തൊരു ആക്ടറാണ്. അതിന് മുന്നേ ഏതെങ്കിലും മൂവി ഞാൻ എവിടെയോ കണ്ടിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ മൂവീസിലാണ് അല്ലെങ്കിൽ അത് പുതുമുഖമാണോ എന്നുള്ള എനിക്ക് വലിയൊരു പിടുത്തമില്ല. പക്ഷേ ആ ചെക്കൻ്റെ പെർഫോമൻസ്, അയ്യോ സെറ്റ് പെർഫോമൻസ്. സിനിമയിൽ ഏറ്റവും അധികം പെർഫോം ചെയ്യാതാണ് മിസ്വാണ്. അതേപോലെ തന്നെ ഈ ലക്ഷ്യ എന്ന ആക്ടർ ചെയ്യുന്ന ഒരു മിലിറ്ററി കമാൻഡോ ആണ് ഈ മൂപ്പരാൾ. അപ്പോൾ മൂപ്പരാൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ 37 സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. തീരെ ക്രിഞ്ചായിട്ടില്ല, മനസ്സിലായില്ല. പല ഭാഗങ്ങളിലും ക്രിഞ്ച് ആവണ നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഈ റൊമാൻസൊക്കെ വരുന്ന സമയത്ത്. പക്ഷേ അതിൽ പെർഫോം ചെയ്യേണ്ട സമയത്ത് 37 നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ വില്ലന്മാരൊക്കെ സെറ്റാണ്, പറയാതിരിക്കും. ഒരു ഹൈറ്റുള്ളൊരു വില്ലനുണ്ട്, കിടിലം പെർഫോമൻസ്. പിന്നെ ഒരു മിനിഞ്ഞിട്ടുള്ളൊരു വില്ലനുണ്ട്. വില്ലന്മാരൊക്കെ സെറ്റാണ്. അവരൊക്കെ ആ ഒരു വയലൻസും ആ ഒരു ബ്രൂട്ടാലിറ്റിയും അതൊക്കെ അവരെ കാണുമ്പോൾ തന്നെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്, മനസ്സിലായി. എല്ലാം വില്ലന്മാർ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ പേര് ഒന്നും എടുത്ത് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഈ മെയിൻ ആക്ടറുണ്ടല്ലോ, ആക്ടറിൻ്റെ പാർട്ട്ണറായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അവനൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉള്ളൂ, പക്ഷേ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലൊന്നും ഇങ്ങനെ പറയണമെന്നില്ല. ഡെഫിനറ്റ്ലി വയലൻസ് ഇഷ്ടമാണോ, ആക്ഷൻ സീക്വൻസ് ഇഷ്ടമാണോ, ഒന്നും നോക്കണ്ട, നല്ല തിയേറ്ററിൽ പോയിട്ട് ഇവരെ സിനിമ കാണാം. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് ആൻഡ് ടോക്സ് സൈനിങ് ഔട്ട്.